ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണോ? അപ്പോൾ നമ്മൾ കുറേ ദിവസമായില്ലേ വൈകുന്നേരം വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് നമ്മളെപ്പോഴും മോർണിങ്ങിനുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാറ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ, അതായത് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഒരു 5 മണിക്കൊക്കെ ശേഷമുള്ള നമ്മുടെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇതാ കുഞ്ഞാറ്റ അതാ അവിടെ ഇരുന്ന് ദോശ കഴിക്കുന്നുണ്ട്, TV കാണാം കേട്ടോ കൂട്ടത്തിൽ. അപ്പോൾ ഞാൻ എന്തായാലും ഇനി കുറച്ച് എന്താ പറയുക കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ഒന്നുമല്ല കേട്ടോ, ഒന്ന് മീൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം. അപ്പോൾ അമ്മ പണി മാറ്റി വന്നിട്ട് വറകും കാര്യങ്ങളൊക്കെ വെട്ടിയൊക്കെയായിരുന്നു തൊഴിലുറപ്പിന് പോയി വന്നിട്ട് കേട്ടോ. അപ്പോൾ ഇനി നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ വിറകിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ടാർപ്പായും കാര്യങ്ങളൊക്കെ പറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയൊരു മഴച്ചാറ്റിലും ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ വന്നതിന് ശേഷം വറകൊക്കെ കുറച്ച് വെട്ടി വെച്ചു. പിന്നെ ബാക്കിയുള്ള വിറകുകളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് പച്ചവിറകൊക്കെ വെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പിന്നെ അതിൽ അടുക്കി വെച്ചിട്ട് ടാർപ്പായൊക്കെ ഒന്ന് നേരെ വിരിച്ചിടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മ അതാ അതിൻ്റെ ബാക്കി പരിപാടിക്കൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാനപ്പോഴത്തേന് ഇതാ മീനിലേക്കുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി അങ്ങനെ പറഞ്ഞ കുറച്ച് സാമഗ്രികളൊക്കെ നമ്മളെന്തായാലും നുറുക്കി വൃത്തിയാക്കി വെക്കട്ടെ കേട്ടോ. കുഞ്ഞാറ്റ അത് അവിടെ ദോശ കഴിക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ ദോശയ്ക്ക് മാവ് ആട്ടിയപ്പോൾ കുറച്ച് മാവ് അധികമായിട്ടോ. മാവ് അധികമാവുക എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, കാരണം ആട്ടി വെച്ചപ്പോൾ ഞാൻ കുറച്ച് വെള്ളം അധികമായി പോയിട്ടോ. അതുകൊണ്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റിയില്ല. ഞാൻ പിന്നെ കഴിഞ്ഞ വീഡിയോസിൽ ചെയ്തിട്ടുണ്ടോ എന്ന് ഓർക്കുന്നില്ല കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല. ഇഡ്ഡലി ഞാൻ ഒറ്റ തട്ടുണ്ടാക്കി, എന്തോ എനിക്ക് പറ്റിയില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ട് ദോശ ഉണ്ടാക്കി. പിന്നെ ദോശ അത്രയും മാവുകൊണ്ട് പിന്നെ ഞങ്ങൾ 2-3 പേരല്ലേ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ പിന്നെ തോനെ എടുത്തിട്ട് എന്തായാലും ദോശ ഉണ്ടാക്കണ്ട, ബാക്കി കുറച്ച് മാവ് എന്തായാലും ഞാൻ അവിടെ എടുത്ത് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ നല്ല വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് കേട് വരില്ലല്ലോ. അപ്പോൾ അമ്മ അതാ പിന്നെ കറുവത്തും കായൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഓമക്കായ എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് തോട്ടി കെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം മീൻ കയ്യിലാക്കണതിന് മുന്നേ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നുറുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മീനൊക്കെ കഴുകി. അപ്പോൾ മീൻ കഴുകാൻ വേണ്ടിയിട്ട് എടുത്തു. പിന്നെ അപ്പോഴാണ് ഇങ്ങനെ ആലോചിച്ചിങ്ങനെ നിൽക്കണം കേട്ടോ. അയ്യോ എന്തോ മറന്നുപോയല്ലോ ഒന്ന്, വേറൊന്നുമല്ല കേട്ടോ, കല്ലുപ്പ് കൊണ്ടുവന്നിട്ട് ഡപ്പയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താപ്പം മറന്നു. പിന്നെ നമ്മളിനി മീനിൽ കൈയിട്ട് വിരകി പിന്നെ നമ്മൾ വീണ്ടും ഇങ്ങനെ എടുക്കുമ്പോൾ പിന്നെ ഡപ്പയൊക്കെ മണക്കോലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, അയ്യോ ആദ്യം തന്നെ ഉപ്പിട്ടാണ്ട് കഴുകിയ വൃത്തിയായി വെച്ചാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പം അങ്ങനെ ചില സാധനങ്ങൾ അങ്ങനെ കേട്ടോ. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഓടിച്ചെന്ന് ധൃതിയിലൊക്കെ ഓരോ ജോലികൾ ചെയ്യുമ്പോഴങ്ങനെ എന്താ എടുക്കാൻ മറന്നു, അല്ലെങ്കിൽ എന്തിനാ നമ്മൾ വന്നത് തന്നെ ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ. വണ്ടിപ്പാഞ്ഞ് ചെന്നിട്ട് അന്തം വിട്ട് നിൽക്കണ പോലുള്ളൊരു നിർത്തായിരിക്കും കേട്ടോ ഞാൻ. അപ്പോൾ അങ്ങനെ എന്തായാലും ഇതാ മീനൊക്കെ ഉപ്പിട്ട് കഴുകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് വേണം ഇനിയിപ്പോൾ അത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കണമെങ്കിൽ. അപ്പോൾ ആദ്യം ഒന്ന് എടുത്ത് കഴുകി ഉപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു. വെള്ളമൊക്കെ കൊണ്ടുപോയി തൂത്ത് കളഞ്ഞു. ഇനി രണ്ടാമതും കൂടി ഒന്നും കൂടി കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ കേട്ടോ. പിന്നെ ഇന്നലെ ഞങ്ങൾ കുറച്ച് ഉണക്കൽ മീൻ വറ്റിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അധികം ചാറൊന്നും ഇല്ലാണ്ട്. പിന്നെ പുളി ഉണ്ടായിരുന്നില്ല കേട്ടോ, നമ്മൾ വാളംപുളി കഴിഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ 2 തക്കാളി ഇട്ടിട്ടാണ് നമ്മൾ ഉണക്കൽ മീൻ ചാറ് വെച്ചത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാലൻസ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചട്ടിയും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇനി ആ ചട്ടിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കണം. എന്നിട്ട് വേണം കേട്ടോ ബാക്കി നമ്മുടെ പരിപാടികളൊക്കെ. അപ്പോൾ ഞാൻ സീരിയലൊക്കെ തുടങ്ങാറായി. അമ്മ കുളിക്കാൻ പോയിട്ടില്ല. അപ്പോൾ സീരിയലുകൾ അങ്ങനെ അങ്ങോട്ട് നിർബന്ധമായിട്ട് കാണുമൊന്നുമില്ല കേട്ടോ. അങ്ങനെ അമ്മ എന്തെങ്കിലുമൊക്കെ ഇടുമ്പോൾ നമ്മൾ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് സൈഡിൽ കൂടെ, നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലും ജോലികൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ സൈഡിൽ കൂടെ ഒന്ന് പോയിട്ട് ഇങ്ങനെ എത്തി നോക്കുക എന്നല്ലാണ്ട് സ്ഥിരമായിട്ട് അതിനെ അഡിക്റ്റായിട്ട് അവിടെ പോയി ഇരിക്കുകയൊന്നുമില്ല കേട്ടോ. അങ്ങനെയാണ്. പിന്നെ നമുക്ക് കാണണം എന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ചെറിയ യൂട്യൂബിലൊക്കെ ചെറിയ സീനുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ ജസ്റ്റ് കാണുക എന്നല്ലാണ്ട് നമ്മളെന്തായി എങ്ങനെയായി എന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയും കൊണ്ടൊക്കെ പോയി ജസ്റ്റ് നോക്കുന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കുഞ്ഞാറ്റയുടെ എൻ്റെയും അമ്മയുടെയൊക്കെ ഒരു വൈകുന്നേര വീഡിയോ ആണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഫാമിലീനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് പേര് നമുക്ക് കമൻസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ എപ്പോഴും കൂടെ ഉണ്ടാവണം. പിന്നെ നമ്മുടെ ചേച്ചിമാരൊക്കെ എപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെ ഒരു വലിയൊരു സന്തോഷം അതൊക്കെ കാണുമ്പോൾ. അപ്പോൾ അങ്ങനെ എന്തായാലും ഒക്കെ വൃത്തിയാക്കി കഴുകിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ മീനൊക്കെയും. പിന്നെ മീൻ കൊണ്ടുവന്ന കവർ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെൻ്റെ ഒരു ഹോബിയാണ് കേട്ടോ. മീൻ കൊണ്ടുവന്ന കവറുകളൊക്കെ കഴുകി വൃത്തിയാക്കി നമ്മുടെ ഹരിതസേന ചേച്ചിമാരൊക്കെ വരുമ്പോഴത്തേന് നമ്മളതൊക്കെ കഴുകി വൃത്തിയാക്കി ഉണക്കി അങ്ങനെ നമ്മൾ അവിടെ ഒരു ചാക്കിൽ കൊണ്ടുവയ്ക്കാറാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിൽ നമ്മളെന്തായാലും അത് കൊണ്ടുപോയിട്ട് അവിടെ ഒരു വെണ്ടയ്ക്കല്ല കയ്പ്പയ്ക്കയ്ക്ക് നട്ടിട്ടുണ്ട്. അതിൽ കൊണ്ടുപോയി കുത്തഞ്ചാരി വെച്ചാൽ നമ്മൾ കൊണ്ടുപോയിട്ടിട്ടുണ്ട് കേട്ടോ. അമ്മ അതാ കുളിക്കാൻ പോവുകയാണ്. കുഞ്ഞാറ്റ TV കാണുന്നു.
അപ്പോൾ ഒരുവിധം ദോശയൊക്കെ കഴിക്കൽ കഴിഞ്ഞു. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ നമ്മൾ. ഇനിയിപ്പോൾ അതൊക്കെ എന്തായാലും ഇടിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോഴത്തേന് കല്ലോരോടത്ത് മുട്ടിയോരോടത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ തപ്പിപ്പിടിച്ച് വന്നപ്പോഴത്തേനും കുറച്ച് സമയമായിരിക്കണം കേട്ടോ. അപ്പോൾ അമ്മ ഇനിയിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഇനിയിപ്പോൾ സീരിയലൊക്കെ തുടങ്ങുമ്പോഴത്തേനും ഒരു 6:30-7 മണിയൊക്കെ ആവുന്നുള്ളൂ കേട്ടോ. 7 മണി വരെ കുഞ്ഞാറ്റയുടെ ടൈമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാ അമ്മ ഇതാ ഡ്രസ്സൊക്കെ മാറ്റി വന്ന് TV ചാനലൊക്കെ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴത്തേനാണ് എന്താ പറയുക കുഞ്ഞാറ്റ ഒരേ ബഹളം കേട്ടോ, ചാനൽ മാറ്റണ്ടെന്ന് പറഞ്ഞാൽ. അവളുടെ കാർട്ടൂണിൻ്റെ ചാനൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ബഹളമായിരിക്കും. ബഹളം എന്നല്ല, നമ്മുടെ ഉന്തും തള്ളും ഒക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഭയങ്കര കച്ചറയായിരിക്കും കേട്ടോ. അമ്മ പറയും ഒരു സീരിയൽ പോയിട്ട്, ഒരു സിനിമ പോയിട്ട്, ഒരു വാർത്ത പോലും കാണാൻ നിവൃത്തിയില്ല, TV ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ പറയും കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ ഈ ഫോണിൽ ഇങ്ങനെ ഞോണ്ടിക്കൊണ്ടിരിക്കുന്ന പോലെ ഇപ്പോൾ അവർക്ക് ഫോണും അമ്മയ്ക്ക് ഫോണും ഇല്ല, അമ്മയ്ക്കറ്റ അത് അറിയൂല. അപ്പോൾ അവർക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ അവർ എന്താ പറയുക എൻജോയ് ചെയ്യാനും അല്ലെങ്കിൽ മൈൻഡ് ഒന്ന് റിലാക്സ് ആവാനൊക്കെ അവർക്ക് പ്രായമുള്ള അമ്മമാർക്ക് ഒക്കെ അവർക്ക് ഈ TV തന്നെ ഒരു ആശ്വാസം. അപ്പോൾ അമ്മ പറയും വൈകുന്നേരം ആയാലും നമുക്ക് കാണാൻ പറ്റുന്നില്ല, കുഞ്ഞാറ്റ സമ്മതിക്കില്ല. ഇനിയിപ്പോൾ പകലന്തിയോളം TV രാവിലെ കുഞ്ഞാറ്റ എണീച്ച മുതൽക്ക് TV ഇട്ടിട്ടുണ്ടാവും കേട്ടോ. ആ TV ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഇടയ്ക്ക് പോലും കറണ്ട് പോയാലൊന്ന് ഓഫാവുമെന്നല്ലാതെ നിർത്തുക എന്നല്ലാണ്ട് കറണ്ട് വന്ന് അപ്പം ഇടാൻ പറയും കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ കറണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഒരു ബൾബ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ പവർ ലൈറ്റ് കത്തുന്നുണ്ട്, അപ്പോൾ അത് പോയി നോക്കും അവള്. അപ്പോൾ നമുക്ക് TV ഇട്ട് തരാൻ വേണ്ടി പറയും കേട്ടോ നമ്മളോട്. അപ്പോൾ അങ്ങനെയാണ് അവള്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ കുഞ്ഞാറ്റയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഭയങ്കര കച്ചറയാണ് ഇപ്പോൾ ആള്. അപ്പോൾ അങ്ങനെ നമ്മൾ ചട്ടിയും കലൊക്കെ മോറി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വറുക്കേണ്ട മീൻ ഞാൻ തരംതിരിക്കുകയാണ് കേട്ടോ. വലിയ കഷ്ണങ്ങളൊക്കെ നോക്കിയിട്ട് ഈ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മീനിൻ്റെ. പക്ഷെ ഞാനത് മറന്നുപോയി കേട്ടോ. എന്താ പേര് എന്ന് കുറേ ആലോചിച്ചു കേട്ടോ, ഒന്നും കിട്ടുന്നേ ഇല്ല കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലെങ്ങാനും നമുക്ക് എന്തായാലും മെൻഷൻ ചെയ്യാം എന്ത് മീനാണാവ തിന്നാൽ പോരെ. പിന്നേലേ എന്തായാലും കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി വറുക്കേണ്ട മീനിലേക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് പുരട്ടണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ പേസ്റ്റാക്കിയിട്ട് ഇത് അതിലിട്ടു. പിന്നെ കുറച്ച് കുരുമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് എല്ലാം കൂടി ചേർത്തിട്ട് അത് ആ മസാലയൊക്കെ തിരുമ്പി വെക്കുന്നുണ്ട്. പിന്നെ മീനൊക്കെ വറുക്കാൻ ഇതാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഗ്യാസിലാട്ടോ വെക്കുന്നത്. അപ്പോൾ എന്തായാലും എണ്ണയൊക്കെ ഒഴിച്ചു. ഇനിയിപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ ഇത് മീനൊക്കെ ഒന്ന് ഇട്ടിട്ട് വറുത്തെടുക്കണം. ഇനിയിപ്പോൾ കുഞ്ഞാറ്റേനെ കുളിപ്പിക്കണം കേട്ടോ. കുളിപ്പിക്കാറ് തല നനയ്ക്കണമൊന്നുമില്ല, അതായത് രാവിലെ കുളിപ്പിച്ചതാണ് കേട്ടോ. തലയൊക്കെ നനച്ച് കുളിപ്പിച്ചത്. പിന്നെ നല്ല മഞ്ഞുണ്ട് കേട്ടോ. അപ്പോൾ വൈകിട്ട് തല കുളിപ്പിക്കലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ രാവിലെ കുളിക്കാന്നുണ്ടെങ്കിൽ 1-2 ദിവസമൊക്കെ തല കഴുകാറ്. കാരണം അവരുടെ തലയിൽ അവൾ തൊടാനേ വയ്ക്കില്ല കേട്ടോ. തലയിൽ എണ്ണ തേക്കാനും വയ്ക്കില്ല, തല തോർത്താനും വയ്ക്കില്ല കേട്ടോ. അപ്പം അങ്ങനെ ഞാനതാ മീൻ വറുക്കലൊക്കെ കഴിഞ്ഞു, അവളെ കുളിപ്പിച്ചു, കൊണ്ടുവന്നു, കഞ്ഞിയൊക്കെ കൊടുത്തു. അമ്മയാണ് തോർത്തിയൊക്കെ കൊടുത്തത് കേട്ടോ. അപ്പം അതും കഴിഞ്ഞതാ ഞാനും പോയി ഒന്ന് മേലൊക്കെ കുളിച്ച് വന്നു. ഇപ്പോൾ ഇതാ അവൾ കഞ്ഞിയൊക്കെ കുടിച്ചതിന് ശേഷം ഉറങ്ങാൻ പോകണം എന്നൊക്കെ പറഞ്ഞിരിക്കുക. അപ്പം ഞാൻ എന്തായാലും വീരിയൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് വൃത്തിയാക്കിയിട്ട് വിരിക്കാലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ പുതപ്പ് അവളെപ്പോഴും അവൾക്ക് ഇതിങ്ങനെ പിടിക്കാൻ വേണം കേട്ടോ. നമ്മൾ പുതപ്പ് ഞാൻ അവിടെ ഹാളിൽ കസാരയിൽ കൊണ്ടുവയ്ക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പിടിക്കുക പറഞ്ഞു. അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് നിലത്തൊന്നും മുട്ടണ്ടെന്ന് പറഞ്ഞിട്ട് നല്ല ചുരുട്ടി മടക്കിയിട്ട് അവളുടെ കൈ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളത് അങ്ങനെ പിടിച്ചിരിക്കുക. പിന്നെ ഞാനൊരു ഭാഗം വിരിച്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ കുട്ടിയെ അവിടെ വെച്ചോ എന്ന് പറഞ്ഞപ്പോൾ അവൾ വേഗം കൊണ്ടുപോയിട്ടിരിക്കുക. അങ്ങനെ അത് കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞതും അപ്പോൾ ക്യാമറ ഇരിക്കുന്നത് കണ്ടുട്ടോ. അപ്പോൾ അതിലേക്ക് നോക്കി ചിരിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് ഒരു ഹായ് കൊടുക്കണേ, അതാ തുമ്മി കേട്ടോ. അപ്പോഴത്തേനും അവൾക്കൊരു തുമ്മലും വന്നു. അപ്പോൾ ഞാൻ തുമ്മി എന്നൊക്കെ പറഞ്ഞ് എന്നോടൊക്കെ പറയുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ വിരിക്കലൊക്കെ കഴിഞ്ഞു. ഇനി തലേണയും കാര്യങ്ങളൊക്കെ ഞാൻ ഹാളിൽ കൊണ്ടുവച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുവന്ന് വെച്ചു. ഇനിയിപ്പോൾ ഇവളെ ഉറക്കി കിടത്തണം. ഇവള് കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിതിനിടയ്ക്കൊക്കെ അവൾക്ക് കഞ്ഞി കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. പിന്നെ അവൾക്ക് ഉറങ്ങണം പറഞ്ഞു. കുറേ നേരം നിന്ന് തൊട്ടിയിലിട്ട് ആട്ടി ഫീഡ് ചെയ്തു. എന്നിട്ടൊന്നും ഉറങ്ങിയില്ല കേട്ടോ. അപ്പം വാശി പിടിക്കുകയായിരുന്നേ. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, ഞാൻ പോയിട്ടൊറ്റ മേലൊഴുകൽ. ഇതാണ്ടോ നമ്മൾ എന്തിനേലും വിളിച്ചുള്ള അവളുടെ അവസ്ഥയാണ് കേട്ടോ. മുടി കെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം അങ്ങനെ ഒരു 9:45 വരെ ആട്ടിയിട്ട് എന്നിട്ട് ആൾ ഉറങ്ങുന്നില്ല. ലാസ്റ്റ് എന്നിട്ട് വേണം ഞാൻ മീൻകറി വെക്കാലോ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമായിരുന്നു. ലാസ്റ്റ് ഉറങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, ഞാൻ അവളെ ഇങ്ങോട്ട് ഇറക്കി വിട്ട് തൊട്ടിന്ന്. എന്നിട്ട് ഇപ്പോൾ മീൻകറി വെക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേന് സമയം എത്ര ആയിരിക്കണം വെച്ചിട്ടാ 10 മണിയൊക്കെ ആയിരിക്കണം കേട്ടോ.
അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മെല്ലെ കിടക്കുള്ളൂ, നേരം വഴുകും, കുട്ടി ഉറങ്ങാനേ നേരം വഴുകും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവൾ നേരത്തെ 10 മണിയുടെ ഉള്ളിലൊക്കെ കിടക്കുമായിരുന്നു. പക്ഷേങ്കിലും ഇപ്പോൾ കുറച്ച് ചില ദിവസങ്ങളിൽ ഉച്ച കഴിഞ്ഞിട്ട് ഉറക്കം ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 3 മണിക്കൊക്കെയാണ് അവൾ ഉറങ്ങണമെങ്കിൽ ഒരു 5 മണിയൊക്കെ ആവും എണീക്കുമ്പോഴത്തേന്. അപ്പോൾ വൈകിട്ട് ഉറങ്ങാൻ കുറച്ച് നേരം വഴുകും. പിന്നെ ഉറക്കം വന്ന ആൾ വാശി പിടിച്ചോണ്ടേ ഇരിക്കും കേട്ടോ. ആൾ വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നിനും സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ അവൾക്ക് ഉറങ്ങന്നെ വേണം. നമ്മൾ നിർബന്ധിച്ചിട്ട് ഉറങ്ങാതിരിക്കട്ടെ വിചാരിച്ചിട്ട് വൈകുന്നേരം നേരത്തെ ഉറക്കി കിടത്താമെന്നൊന്നും വിചാരിച്ചാൽ നടക്കില്ല. അവൾക്ക് ഉറക്കം വന്നാൽ അവൾ അപ്പോൾ ഉറങ്ങും കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്ന് തക്കാളിയൊക്കെ ഇട്ട് ഒന്ന് വാളമ്പുളിയൊക്കെ വെച്ചിട്ടാണ് നമ്മളിന്ന് മീൻകറി ഉണ്ടാക്കി. അങ്ങനെ മീൻകറിയൊക്കെ ആയി മക്കളെ. അപ്പം ഞാൻ എന്തായാലും ചോറിനിട്ടെ, അമ്മയൊക്കെ ഇതിനിടയിൽ ചോറുണ്ടു, ഇടയിൽ കുഞ്ഞാറ്റ ഉറങ്ങി, അവളെയൊക്കെ ഉറക്കിക്കിടത്തി. എന്നിട്ടെല്ലാം ആശ്വാസമായിട്ട് ഞാൻ വന്ന് ഭക്ഷണം കഴിക്കുകയാണ്. നമ്മുടെ അമ്മ അതാ അവിടെ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാളേക്കുള്ള കുടിവെള്ളമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നാളേക്ക് നല്ല ചൂടാറും. അപ്പോൾ നമുക്ക് ദാഹിക്കുമ്പോൾ പെട്ടെന്ന് വന്ന് കുടിക്കാമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് ടാറ്റ ബൈ, സീ യു.